ചുമ്മാ ബോറടിച്ചിരിക്കില്ലേ ചോദിച്ച് ഞാനും എൻ്റെ അപ്പുറത്തെ റൂമിലുള്ള കുട്ടിയും കൂടെ ഒന്ന് ലുലുവിൽ പോയി കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ലൂസ് ടീഷർട്ടും ഒരു സാധാ ഒരു ജീൻസ് പാൻറ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലുലുവിലെത്തി. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ നോക്കി തോന്നി എക്സിലേറ്ററിന് ഇത്തിരി സ്പീഡ് കുറവാണെന്ന്. അപ്പോൾ ക്രിസ്മസിൻ്റേതായ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് വെറുതെ ഒന്ന് ഡ്രസ്സിൻ്റെ അവിടേക്കൊന്ന് കയറി നോക്കാൻ ചോദിച്ചു. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തരം കോട്ട് സെറ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ ഷർട്ട് ഉണ്ടല്ലോ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ റേറ്റ് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തളിക്കുക. ഇത് കോട്ട് സെറ്റ് പോലെ തന്നെ ഇതിൻ്റെ തന്നെ പാൻറ് ഉണ്ട്, പക്ഷേ രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതിന് തന്നെ 1200 എത്രയെങ്കിലും രൂപ വരുന്നുണ്ട് സെയിം ആ പാൻറ്റിനും വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ അത്യാവശ്യം നല്ല പ്രൈസൊക്കെ വരും. അപ്പോൾ പിന്നെ അവൾ അവിടെ എന്തൊക്കെയൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊരു പ്രസനം എന്നുള്ള നിലയിൽ കണ്ണാടിയിൽ നോക്കിയിരുന്നു. പിന്നെ ഇത് പുതിയ ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ചുമ്മാ കറങ്ങി നടന്നു. ഞാൻ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഇങ്ങനെയൊന്നും കറങ്ങാനുള്ളൊരു ഇത് കിട്ടിയിരുന്നില്ല. പിന്നെ അവളും കൂടെ വന്നപ്പോൾ എന്തായാലും ഒന്ന് കാണാം. ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക ലുക്ക് കാണാൻ ഒരു രക്ഷയുണ്ടാകുന്നില്ല. പിന്നെ അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. നമ്മളങ്ങനെയാണല്ലോ, അങ്ങനത്തെ എന്ത് കണ്ടാലും അവിടെ കയറി അങ്ങോട്ട് ഫോട്ടോ എടുക്കും. പിന്നെ ഇത് ഈ വണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൾഫിലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു, ഇലക്ട്രിക്കിൻ്റെ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിച്ചണിലേക്കുള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അതൊക്കെ നോക്കി നടന്ന് ആവശ്യമില്ല. പിന്നെ കുറേ മിഠായികളുണ്ടായിരുന്നു. വെറുതെ നോക്കി ഇങ്ങനെ നിന്നു. ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ. പിന്നെ അതും കഴിഞ്ഞ് നമ്മുടെ പർച്ചേസിങ്ങും കഴിഞ്ഞ് നമ്മളൊരു രാത്രിയാണ് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയിട്ടാ. അപ്പം അത്രയേ ഉള്ളൂ.